ഈ ലേബിയോട് നമുക്ക് ചോദിക്കാനുള്ളത്, നമ്മൾ ഈ പാതിവില തട്ടിപ്പ് പറഞ്ഞാണ് തുടങ്ങിയത് ഈ കേരള തലസ്ഥാനത്ത് നിന്ന്. അപ്പൊ റോഷിവാൽ അതിന്റെ വിവരങ്ങൾ പങ്കുവച്ചു. ഈ പാതിവില തട്ടിപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലുമുള്ള റിപ്പോർട്ടർമാരോട് ചോദിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോ പാതിവില തട്ടിപ്പിൽ കൊച്ചിയിൽ അന്വേഷണം എന്തായി എന്ന് അറിയണം ലേബി. ഈ അനന്തകൃഷ്ണനുമായി തെളിവെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? റോഷിനി, തെളിവെടുപ്പ് പൂർത്തിയായിട്ടില്ല. ഇന്നലെ ആരംഭിച്ചതേയുള്ളൂ. ഇന്നലെ എറണാകുളം റേഞ്ച് DIGയും അതുപോലെ തന്നെ ആലുവ റൂറൽ SP ചേർന്ന് സംയുക്തമായാണ് മൊഴിയെടുത്തത്, ചോദ്യം ചെയ്തത്. ഈ തെളിവെടുപ്പിന് വന്നിരുന്നു. ആ സമയത്ത് പറഞ്ഞ മൊഴികൾ പ്രകാരം 2 കോടി രൂപ സംബന്ധിച്ച രേഖകളൊക്കെ പോലീസിന് നേരത്തെ കിട്ടിയിരുന്നു. അതുപോലെ തന്നെ അഡ്വക്കേറ്റ് ലാലി വിൻസെന്റിന് 45 ലക്ഷത്തോളം രൂപ വക്കീൽ ഫീസ് ഇനത്തിൽ കൊടുത്തുവെന്നാണ് ലാലി വിൻസെന്റ് പറഞ്ഞത്. 45 ലക്ഷത്തോളം രൂപ കൈമാറിയിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇലക്ഷൻ സമയത്ത് ചില രാഷ്ട്രീയ നേതാക്കൾക്ക് പണം നൽകിയിട്ടുണ്ട്. ഇവരുടെ ഒന്നും പേര് വിവരങ്ങൾ പറഞ്ഞിട്ടില്ല. എങ്കിലും തെളിവെടുപ്പ് ഇനിയും തുടരും. അതായത് ഇന്നലെയാണ് ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ നടത്തിയ തെളിവെടുപ്പ് ഇന്ന് തുടരുക തന്നെ ചെയ്യും. ഇന്ന് തൊടുപുഴയിലായിരിക്കും. തൊടുപുഴയിൽ അനന്തുവിൻ്റെ ജന്മ സ്ഥലമാണ്. അവിടെയുള്ള വീട്ടിലും അതുമാത്രമല്ല ചില സ്ഥലങ്ങളിലൊക്കെ സ്ഥലം വാങ്ങിച്ചിട്ടുണ്ട്. ആ ഭൂമിയിലേക്ക് കൊണ്ടുപോകും. അതുകൂടാതെ എറണാകുളത്ത് ഫ്ലാറ്റുണ്ട് മറൈൻ ഡ്രൈവിൽ. ഒപ്പം തന്നെ അനന്തുവിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്നുണ്ട്. ഇവിടെ എല്ലാം കൊണ്ടുവന്ന് തെളിവെടുപ്പിനി പൂർത്തിയാക്കേണ്ടതുണ്ട്. റോഷിനി, യെസ്, അതുപോലെ തന്നെ ലേബി, ഇന്നലെ നമ്മളെ വേദനിപ്പിച്ചൊരു വാർത്ത വന്നത് നെടുമ്പാശ്ശേരിയിൽ നിന്നാണല്ലേ. ഈ മാലിന്യക്കുഴിയിൽ വീണ് 3 വയസ്സുകാരൻ മരിച്ചത് ശരിക്കും അനാസ്ഥയാണല്ലോ അല്ലേ? കുഞ്ഞിൻ്റെ മൃതദേഹം രാജസ്ഥാനിലേക്ക് കൊണ്ടുപോയോ? വെങ്കി, തികച്ചും അനാസ്ഥ തന്നെയെന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം രാജസ്ഥാനിൽ നിന്ന് കേരളത്തിൻ്റെ ഭംഗി കാണാൻ എത്തിയവരാണ് കുടുംബം. വിമാനത്താവളത്തിനുള്ളിൽ എത്തി കഫറ്റേരിയയിലേക്ക് വന്നു. ഡൊമസ്റ്റിക് ടെർമിനലിന് പുറത്താണ് കഫറ്റേരിയ. ആ ഭാഗത്തേക്ക് വന്ന് അവർ കാപ്പി കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയം 2 കുട്ടികൾ കൂടി, അതിന് തൊട്ട് ചേർന്നുള്ളത് പൂന്തോട്ടമാണ്. നമ്മൾ ഇന്നലെയൊക്കെ ദൃശ്യങ്ങൾ കണ്ടതാണല്ലോ. അവിടെ കുഞ്ഞ് ഓടിക്കളിക്കുമ്പോൾ ഇങ്ങനെ ഒരു കാനയുണ്ടെന്ന് ആ മാതാപിതാക്കൾക്ക് അറിയില്ല. എങ്കിലും തീർച്ചയായും അവർ ശ്രദ്ധിക്കുമായിരുന്നല്ലോ. അതിൽ തുറന്നു കിടന്ന ആ കാനയിലേക്ക് കുഞ്ഞ് വീണു. അപ്പോഴും ഏറ്റവും വെങ്കി പറഞ്ഞതുപോലെ ഏറ്റവും ദയനീയമായൊരു ചിത്രം മനസ്സിൽ നിൽക്കുകയാണ്. നമ്മുടെയൊക്കെ ഉലയ്ക്കുന്നൊരു കാഴ്ച തന്നെയായിരുന്നു ഇന്നലെ നമ്മൾ ആ ദൃശ്യങ്ങളിലൂടെ കണ്ടത്. കാരണം 10 മിനിറ്റോളമാണ് ആ പിഞ്ചു കുഞ്ഞ് ആ കാനയിലെ മാലിന്യത്തിൽ കിടന്നത്. ആ കുഞ്ഞിൻ്റെ വായിലും മൂക്കിലും എല്ലാം വെള്ളം കയറി. എത്ര ദാരുണമായ അന്ത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പ്രഭാതത്തിലെ എല്ലാ സന്തോഷങ്ങളെയും കെടുത്തുന്നൊരു വാർത്ത തന്നെയാണത്. കുഞ്ഞിൻ്റെ മൃതദേഹം ഇന്നലെ രാത്രി പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി, നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇന്ന് രാവിലെ 9 മണിയോടുകൂടി രാജസ്ഥാനിലേക്ക് തിരികെ കൊണ്ടുപോകും. കേരളത്തിലേക്ക് വിനോദയാത്രയ്ക്ക് എത്തുന്നവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കേണ്ട അധികൃതർക്ക് ഇതിൽ നിന്ന് തീർച്ചയായും ഒഴിഞ്ഞു പോകാൻ സാധിക്കില്ല. നെടുമ്പാശ്ശേരി പോലീസ് ഇക്കാര്യത്തിൽ കേസെടുത്തിട്ടുമുണ്ട്. വെങ്കി, ലേബി, അടുത്ത വാർത്തയും വിഷമമുള്ളത് തന്നെയാണ്. ആലപ്പുഴയിൽ നിന്ന് ഈ ചാരുമൂട്ടിൽ 4ാം ക്ലാസ് വിദ്യാർത്ഥിക്ക് പേവിഷബാധ എന്നുള്ള വാർത്ത. അതിലിപ്പോൾ കുട്ടിയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട്? അതീവ ഗുരുതരമായി തുടരുകയാണ് റോഷിനി. അതും ഏറ്റവും സങ്കടപ്പെടുത്തുന്ന വാർത്ത തന്നെയാണ്. ഈ പിഞ്ചു കുഞ്ഞിനെ ഇത്തരത്തിൽ പേവിഷബാധ ഏറ്റു എന്നുള്ളത്. 3 മാസം മുമ്പ് ഈ കുഞ്ഞിൻ്റെ മേത്തുകൂടി ഒരു ക്രോസ് ചെയ്ത് ഒരു തെരുവുനായ ചാടിയതായിരുന്നു. അന്ന് മാതാപിതാക്കൾ നോക്കുമ്പോൾ മുറിവോ ഒരു പാട് പോലും ദേഹത്തുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കുഞ്ഞിന് വാക്സിനേഷൻ എടുക്കാതിരുന്നത്. ആ കുട്ടിയെ തിരുവല്ല ബിലീവേഴ്സ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. നില അതീവ ഗുരുതരം തന്നെയാണ്. നമ്മൾ ഓർക്കേണ്ട കാര്യമുണ്ട്, ആലപ്പുഴയിൽ തുടർച്ചയായി ഇത്തരത്തിൽ തെരുവുനായ ആക്രമണം തുടരുകയാണ്. നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ആഴ്ച ഉണ്ടായ സംഭവം. 6 പേരെയാണ് പേവിഷബാധയുള്ള തെരുവുനായ കടിച്ചത്. അന്ന് അവരുടെ നില ഇപ്പോഴും ആരോഗ്യനില മെച്ചപ്പെട്ടിട്ടില്ല. അവരിപ്പോഴും വണ്ടാനം മെഡിക്കൽ കോളേജിലുണ്ട്. അതിനിടയിലാണ് ഈ കുഞ്ഞിന് ഇത്തരത്തിൽ ദാരുണമായ ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. ഈ തെരുവുനായ, എനിക്ക് തോന്നുന്നു വിജീഷ കാഴ്ച നമുക്ക് കാണിച്ചു കൊടുക്കാം. ഈ റോഡിൽ ചെറിയ സാങ്കേതിക തടസ്സമുണ്ട്. എന്തായാലും ലേബി പറഞ്ഞതുപോലെ തന്നെ വിഷമമുള്ള വാർത്തകളും കേൾക്കുകയാണ് അല്ലെ. ഈ പ്രഭാതത്തിൽ മറ്റു വഴികളില്ല. നഗരത്തിൽ തെരുവുനായകൾ ഒഴിയുന്നില്ല എന്നതാണ്. എന്തൊക്കെ ചെയ്താലും അവയുടെ എണ്ണം കൂടിക്കൊണ്ടേയിരിക്കുന്നു എന്നതും ഒരു സങ്കടകരമായ, ഭീതിപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. തീർച്ചയായും.